ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം നാളെ. രാജ്യത്തെ ചെറിയ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുള്ള വിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്ത കരാർ ഒക്ടോബർ 1-ന് നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചുവരുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ അതിശക്ത മഴ തുടരുന്നു. മലയോര മേഖലകളിൽ കർശന ജാഗ്രത. വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം നാളെ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടാനാണ് യോഗം വിളിച്ചത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനം അടുത്ത മാസം 21 വരെ നീളും. വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ചർച്ചകളും നടക്കും. ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പാക്കുന്ന 1271 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർവഹിച്ചു. ഉത്തരാഖണ്ഡ് പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളുടെയും കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രുദ്രപൂരിൽ നടന്ന ഉത്തരാഖണ്ഡ് നിക്ഷേപോത്സവം പരിപാടിയിലും ശ്രീ അമിത് ഷാ പങ്കെടുത്തു. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആർജിക്കുന്നതിലൂടെ 81,000-ലധികം തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. यहाँ पर 1 लाख करोड़ के इन्वेस्टमेंट के साथ साथ 81,000 से ज्यादा रोजगारी का सृजन हुआ है और इनकी एंसिलरी इंडस्ट्री से लगभग 2.5 लाख के आसपास नई रोजगारी का सृजन होने का संभावना पड़ा है. और सबसे बड़ी बात, टायर 2 और टायर 3 शहरों तक इन्वेस्टमेंट को पहुंचाने का काम किया है. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തെ ലഹരി മുക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ആരംഭിച്ച യുവ ആത്മീയ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകാനും ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമാകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാം എന്ന പ്രമേയത്തിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ആത്മീയ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ലഹരി രഹിത ഇന്ത്യയ്ക്കായുള്ള സമഗ്ര കർമ്മ പദ്ധതി അവതരിപ്പിക്കുന്ന കാശി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി നാളെ സമാപിക്കും. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക അടിത്തറ അതിവേഗം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദ് IITയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും വിഭാവനം ചെയ്യാൻ വിദ്യാർത്ഥികളോട് ശ്രീ അശ്വിനി വൈഷ്ണവ് ആവശ്യപ്പെട്ടു. 2027ഓടെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്ത കരാർ ഒക്ടോബർ 1-ന് നിലവിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 1 ദശലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Launched their documents with the repository, which was Norway. All countries have now ratified. All the 4 countries have ratified the FTA. Launched their documents with the repository, which was Norway. And from 1st October, EFTA will come into effect. ഐസ്ലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ലിക്റ്റൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങൾ അടങ്ങിയതാണ് യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടന. കഴിഞ്ഞ വർഷം മാർച്ച് 10-നാണ് TEPA കരാറിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഇന്ത്യയിൽ $100 ശതകോടി നിക്ഷേപം സംഘടനയിലെ അംഗരാജ്യങ്ങൾ നടത്തും. ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. 14 ചോദ്യങ്ങളിൽ വ്യക്തത ആരാഞ്ഞുള്ളതാണ് രാഷ്ട്രപതിയുടെ റഫറൻസ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ രാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയവർക്ക് ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയിലേക്ക് അനുച്ഛേദം 143 പ്രകാരം റഫറൻസ് നടത്തിയത്. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കണമെന്നും സാങ്കേതിക വിദ്യയിലും നൂതനാശയത്തിലും നാം സ്വയം പര്യാപ്തരാകണമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ.
പാലക്കാട് IITയിൽ 7ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ കാലയളവിനുള്ളിൽ അക്കാദമിക മികവ്, ഗവേഷണം, നൂതനാശയം, സംരംഭകത്വം എന്നിവയുടെ മികച്ച കേന്ദ്രമായി പാലക്കാട് IIT മാറിയതായി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തെലങ്കാനയിലെ കാസിപ്പേട്ടിൽ സജ്ജമാക്കുന്ന റെയിൽ നിർമ്മാണശാല അടുത്ത വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയോടൊപ്പം പദ്ധതി അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രെയിൻ എഞ്ചിനുകൾ, കോച്ച്, വാഗൺ, മെട്രോ കോച്ചുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഇവിടെ ഘട്ടം ഘട്ടമായി ആരംഭിക്കും. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽ നിർമ്മാണശാലകളിൽ ഒന്നായി കാസിപ്പേട്ട് മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തെ 76,000-ഓളം സ്റ്റാർട്ടപ്പുകൾ സ്ത്രീകളുടെ നേതൃത്വത്തിലാണുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബീഹാറിലെ പട്നയിൽ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സ്റ്റാർട്ടപ്പുകളിൽ വലിയൊരു പങ്കും ചെറിയ നഗരങ്ങളിലാണുള്ളത്. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 11 വർഷമായി സർക്കാർ ഭരണനിർവഹണം നടത്തിയത്. സ്ത്രീ കേന്ദ്രീകൃത ഭരണം വ്യക്തികളെ മാത്രമല്ല സമൂഹത്തെയും പുനർനിർമ്മിച്ചതായി അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കണ്ണൂരിൽ മഴ തുടരുന്നു. മലയോര പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പെയ്യുന്നത്. ജില്ലയിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. തിങ്കളാഴ്ച ഓറഞ്ച് ജാഗ്രതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. മഴക്കെടുതി പലയിടത്തും രൂക്ഷമാണ്. മയ്യിൽ കണ്ടക്കൈയിൽ മണ്ണിടിഞ്ഞു, തെങ്ങുകളും തേക്കിൻ മരങ്ങളും കടപുഴകി. കൊളച്ചേരി വില്ലേജിലെ പാട്ടയം ദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന 10 വില്ലകളിൽ 3 തകർന്നു. പലതും അപകടാവസ്ഥയിലാണ്. സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 22 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 22 വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വീട്ടിലും മിഥുന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണെത്തിയത്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടത്താൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. തേവലക്കര അപകടത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. എവിടെയെങ്കിലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി കമ്പികൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് ഈ മാസം 23-നും അന്തിമ പട്ടിക അടുത്ത മാസം 30-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2025ലെ പൊതു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നടത്തിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന അടുത്ത മാസം 25-നകം പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, അസം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. രാജ്യത്തെ ചെറിയ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുള്ള വിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്ത കരാർ ഒക്ടോബർ 1-ന് നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.
രാജ്യത്ത് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ അതിശക്ത മഴ തുടരുന്നു. മലയോര മേഖലകളിൽ കർശന ജാഗ്രത. വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.